അപ്പോൾ നമ്മൾ ഇന്ന് കാർത്തിക പൂർണിമ ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ്. കാർത്തിക മാസം ആണ് ഇത്. വൃശ്ചിക മാസം തന്നെയാണ്, അവിടുത്തെ കേരളത്തിലെ വൃശ്ചിക മാസമാണ്. അപ്പോൾ ഇന്ന് കാർത്തിക മാസത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഒരു മാസം വ്രതമൊക്കെ എടുത്തിട്ട് ദീപം തെളിയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ സമയം 5 മണിയാണ്. അപ്പോൾ നമുക്ക് പോകാം, ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്, നമുക്ക് പോവാം. വേറൊരു വിശേഷം കൂടി ഉണ്ട്. ഇവിടെ അഷ്ടബരിയാണ്. അപ്പോൾ അഷ്ടബരീൻ്റെ അവിടെ ഒന്ന് തൊഴുതിട്ട് പോകാം. കൃഷ്ണ ഭഗവാന് ഫ്രണ്ടിലേക്ക് അമ്പലത്തിൻ്റെ പൂജ റൂമിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നിട്ട് പൂജയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അഷ്ടബരിയിലെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് തൊഴുതിട്ട് പോകാം. ഇപ്പോൾ വെളുപ്പിന് 4:50 5 മണി ആയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഒന്ന് തൊഴുതിട്ട് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം കേട്ടോ. ഇവിടെ അമ്പലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ തൊഴുമ്പോൾ ഇങ്ങനെ സാരിയാണോ ഷാളാണോ എന്താണേലും തലയിൽ ഇങ്ങനെ തുണിയിട്ടിട്ട് വേണം താഴെ മുട്ടുകുത്തി ഇതുപോലെ നമസ്കരിക്കണം. അത് ഇവിടുത്തെ എല്ലാവരും ചെയ്യുന്നതാണ്. അതുപോലെ അതാണ് ഞാൻ സാരിയൊക്കെ തലയിലിട്ടിട്ടുള്ളത് കേട്ടോ. പന്തലൊക്കെ കണ്ടില്ല, എന്ത് ഭംഗിയായിട്ടൊക്കെ പൂക്കളൊക്കെ അലങ്കരിച്ച് ആ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും കൂടി കാർത്തിക പൂർണിമയും അഷ്ടബരി ഒരു ദിവസം ആയതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം ഇവിടുത്തെ പരിപാടികളൊക്കെ. വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എല്ലാവരും കാണണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനൊക്കെ ഒന്ന് നെക്കിയേക്കണേ. നമ്മൾ അമ്പലത്തിലേക്ക് പോവാം. നേരം വെളുത്തിട്ടില്ല, 4:50 ആയിട്ടേ ഉള്ളൂ, 5 മണി ആയിട്ടില്ല. അപ്പോൾ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ തന്നെ അതാ ഇരുടാണ്. സൂര്യൻ ഉദിച്ച് വരുമ്പോൾ നമ്മൾ പുഴയിൽ വാഴപ്പോളയിൽ ദീപം തെളിയിച്ച് വിടണം. നമ്മൾ കല്യാണരാമൻ ഫിലിമിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ ദീപം വിടുന്ന നല്ല അടിപൊളി ഒരു പാട്ടൊക്കെ ഇല്ലേ. അപ്പോൾ അത് ഒറിജിനലായിട്ടാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഈ ദിവസം കാർത്തിക പൂർണിമയിൽ ഒരു മാസം നോൺ വെജ് ഒന്നും കഴിക്കാതെ വ്രതം എടുത്ത് കാർത്തിക പൂർണിമ ലാസ്റ്റ് ഡേയിൽ എല്ലാവരും ദീപം തെളിയിച്ച് വിടും. ഇത് ഭംഗി അവിടെ കാണാമെന്നുണ്ടോ, സൂര്യൻ ഉദിച്ച് വരുന്നതാണത്. ഇതാ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്, അമ്പലത്തിലേക്ക് എത്താറായത്, ബ്രിഡ്ജെത്തി. ഇതാ കണ്ടില്ലേ, താഴെ പുഴയിൽ ദീപം തെളിച്ച് വിടുന്ന എല്ലാവരും, സൂര്യൻ ഉദിച്ചില്ല, അതാ ഈ സമയത്ത് വേണം എല്ലാവരും ദീപം തെളിച്ച് വിടുകയാണ്. അപ്പോൾ നമ്മൾ ആ താഴേക്കാണ് പോകുന്നത്. ബ്രിഡ്ജിൻ്റെ താഴെയാണ് ടെമ്പിള്. ഞാൻ ഈ ദേവിയുടെ അമ്പലം ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു ഷോർട്ട് റൂട്ടാണ്. അപ്പുറത്ത് കൂടെ റോഡുണ്ട്, ഇത് കാൽനടക്കാർ പോകുന്നതാണ് ഈ വഴി. അപ്പോൾ നേരെ നമ്മൾ പുഴയിലേക്ക് പോവാം. അവിടെ എല്ലാവരും കുറേ പേര് വെളുപ്പിന് തന്നെ വന്ന് ഇരുടാകുമ്പോൾ തന്നെ വന്ന് ദീപമൊക്കെ തെളിച്ച് പോയി. ഇപ്പം നമ്മൾ ഒരു 5:30 കഴിഞ്ഞു. അപ്പോൾ ഞാനതെല്ലാം ഒരുക്കുകയാണ്. ദീപം തെളിയിക്കാനുള്ള തിരിയും വാഴപ്പോളയിലാണ് കത്തിച്ച് വിടേണ്ടത് ദീപം. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ എടുത്തു കൊണ്ടുവന്നിട്ട് ഇവിടെ തീപ്പെട്ടിയൊക്കെ കൊണ്ട് ദീപമൊക്കെ തെളിയിക്കുക. അതിൽ കുറച്ച് പച്ചരി, പൂവ്, പിന്നെന്താണ് ഒരു വെറ്റില, അങ്ങനെ ഒക്കെ വെച്ചിട്ട് അത് വെള്ളത്തിലേക്ക് ഒഴുക്കിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ഒരു മാസത്തെ വ്രതം ഫലത്തിലായി എന്നാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യും. അപ്പോൾ അവരവരുടെ വീടുകളുടെ പരിസരത്ത് ഏതാണോ അമ്പലമുള്ള അവിടെയാണ് അവർ ചെയ്യുക. അപ്പം നമ്മൾ ഈ അമ്പലത്തിലേക്ക്, ഈ ദേവിയുടെ അമ്പലത്തിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ദേവിയുടെ അമ്പലത്തിലേക്ക് ഒരു 1.5-2 കിലോമീറ്ററോളം ഉണ്ട്. ഞങ്ങൾ നടന്നാണ് വന്നത്.
ഞാൻ സാധാരണ വേറെ ശിവൻ്റെ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ സൊന്നിയൊക്കെ ഉള്ള കൊണ്ട് അന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അത് ഞാൻ ദീപം തെളിയിച്ച് വിടുകയാണ്. അതെൻ്റെ വെറ്റില അടക്കയൊക്കെ വെള്ളത്തിലേക്ക് ഒഴുകിപ്പോയി. ഇത് സൊന്നിയും ഭാരതിയാണ്. അപ്പോൾ അവർ ദീപം തെളിയിക്കാൻ നിൽക്കുകയാണ്. ഇതെൻ്റെ മാളു ദീപം തെളിയിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ചെളിയും വെള്ളവും മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ. പക്ഷേ നേരമൊക്കെ വെളുത്തു വന്ന് കണ്ടോ, ഞങ്ങളിങ്ങ് നടന്ന് എത്തിയപ്പോഴേക്ക് നേരം വെളുത്തു. എല്ലാവരും ഒഴുക്കി തോണിയൊക്കെ അങ്ങ് എത്തിപ്പോയി താഴേക്ക്. ഇതാ കണ്ടില്ല, ഇതുപോലെ ദീപം തെളിയിച്ച് വിടണം. കാർത്തിക പൂർണിമ എന്ന് പറഞ്ഞാൽ ദീപം തെളിയിച്ച് വിടുന്ന ദിവസം എന്നാണ്. അപ്പോൾ ഇതെൻ്റെ മാളുവിൻ്റെ ദീപമൊക്കെ കെട്ടുപോയി. ഞങ്ങൾ അത് വെള്ളം നനഞ്ഞു തോന്നും. കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ഇവിടെ വന്ന് ദീപം ഒരു തിരിയെങ്കിലും കത്തിച്ച് വിടണം എന്നാണ്. അപ്പം അതെല്ലാവരും ഒഴുക്കി വിടുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ കടയിൽ കിട്ടും ഇതുപോലെ കടലാസ് തോണി. ഇത് റെഡിമെയ്ഡ് സാധനമാണ്, പക്ഷെ വാഴപ്പോളയിൽ വിടുന്നതാണ് ഒറിജിനൽ. അപ്പോൾ ഇനി ആ വാഴപ്പോളയൊന്നും മുറിക്കാൻ പറ്റാത്തവർ ഇതുപോലെ വാങ്ങി വിടും. ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവരും ദീപം തെളിയിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ മാളുവിൻ്റെ ഫ്രണ്ടിൻ്റെ അനുജത്തിക്കുട്ടിയാണ്. അവരൊക്കെ പരിചയമുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ ദീപം തെളിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു അടിപൊളി ഒരു കാഴ്ചയുണ്ട്. നല്ല താറാവ് കൂട്ടങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ കണ്ടിട്ട് എന്ത് ഭംഗിയല്ലേ. അപ്പോഴത്തേക്ക് ഇതാ എൻ്റെ അനുജൻ വന്നിട്ടുണ്ട്. പ്രദീപിൻ്റെ വൈഫും വന്നിട്ടുണ്ട്. ഞാൻ അവരെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അവർ ദീപം തെളിയിക്കാൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്യട്ടെ. അവർ ദീപം ലേറ്റായിപ്പോയി. അപ്പോൾ ദീപം തെളിയിച്ച് വരട്ടെ ഇങ്ങോട്ട്. അപ്പോൾ അത് അവരുടെ ദീപമൊക്കെ ശരിയായി. അവരും കടലാസിൻ്റെ തോണി വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. ഒരു വാഴപ്പോളേൻ്റെ തോളിയും കൊണ്ടുവന്നിട്ടുണ്ട് പ്രതി. അപ്പം അതൊക്കെ ഒന്ന് വിട്ടോട്ടെ. ഇതാ പ്രതി പറയാ എന്നെ ഫോട്ടോ എടുക്കുമെന്ന്. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം തോണി പോലെ ആക്കിയിട്ട് പുഴയിൽ ഒഴുക്കി വിടണം. മോനും കൂടി വന്നിട്ടുണ്ട്. മോനെയും കൈ പിടിച്ച് പ്രതി തോണിയൊക്കെ വിടുന്നുണ്ട്. അപ്പം എല്ലാവരും ചെയ്യണം എന്നാണ്. അതൊരു ഇവിടുത്തെ ഒരു ഫെസ്റ്റിവലാണ്. ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ് കാർത്തിക പൂർണിമയിൽ തോണി വിടൽ. മോൻ്റെ കൈ പിടിച്ചിട്ട് വിട്ടു. അപ്പം എല്ലാവരും ഇപ്പം നമ്മൾ 2 പേർക്ക് വരാൻ പറ്റില്ലല്ലോ, അവർക്ക് കൂടി ഉള്ളത് നമ്മൾ വിടണം. ഞാൻ 4 തോണി വിട്ടിട്ടുണ്ട്. മോനും മോൻ്റെ പപ്പയും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്കുള്ള കൂടി ഞങ്ങൾ വിട്ടു. എൻ്റെ ചിരി ഉണ്ടാവും. കാരണം തൊണ്ടയൊക്കെ അടഞ്ഞ് രാവിലെ വെളുപ്പിന് 3:30 ഞങ്ങൾ എഴുന്നേറ്റ് കുളിച്ച് എല്ലാം റെഡിയായി 4:50 വന്നതല്ല. അപ്പോഴത്തേക്ക് തൊണ്ടയൊക്കെ അടഞ്ഞു. അപ്പോൾ ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞൊക്കെ ഞാൻ തൊണ്ട അടഞ്ഞ പോലെയാണ് സംസാരിച്ചത്. പക്ഷെ എനിക്കിതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് അമ്പലത്തിലേക്ക് എത്തി. അപ്പോൾ ഈ വരുന്നത് പ്രദീപിൻ്റെ അനിയൻ മുന്നയാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ 2 അനിയന്മാരാണ്. അപ്പോൾ മുന്നേയും ദീപമൊക്കെ തെളിയിക്കാൻ വന്നതാണ്. മുന്നേൻ്റെ വൈഫ് വന്നിട്ടില്ല. ചെറിയ കൊച്ചുള്ള കാരണം അവിടെ വീടിൻ്റെ ബാക്കിലുള്ള ഒരു കുളമുണ്ട്. അപ്പോൾ കുളത്തിലാണ് അവർ ദീപം തെളിച്ചത്. എന്ത് ഭംഗിയാണെന്നുണ്ടോ ഇവിടുത്തെ വ്യൂ ഒക്കെ. അപ്പോൾ നമ്മളെ സൊന്നിയൊക്കെ ഉണ്ട്. അമ്പലത്തിൽ ഞാൻ തൊഴുതിട്ടൊക്കെ വന്നു. ഈ ദേവിയുടെ അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെക്കാം, ഒന്ന് കണ്ടേക്കണേ. അനിയനും വൈഫാണ്. സൊന്നീനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും മാരേജ് വീഡിയോയില്. സൊന്നി അപ്പോൾ ഫെസ്റ്റിവലിന് ഇവര് നല്ല കൂട്ടാണ്. നമ്മളെ ഭാരതിന്റെ
അനിയത്തി ഭാരതി, ഇത് നമ്മുടെ ബുദ്ധില്, ഇതെന്റെ മാള്. ഇതെന്റെ ഏട്ടത്തിയമ്മയാണേന്ന് എല്ലാവരോടും വിളിച്ച് പറയാ കേട്ടോ. വീട്ടിലേക്ക് പോവാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഓളെന്ന ഓപ്ഷനിൽ പോയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നമുക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ പറ്റും. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കണ്ടിട്ട് അയയ്ക്കുക. 6:30 ഞങ്ങൾ വെളുപ്പിന് വന്നതാണ്. ഇവിടുത്തെ കാർത്തിക പൂർണിമ എന്ന് പറഞ്ഞാൽ അത് ഒരു വിശേഷമാണ്. നമ്മൾ പോവാണ്. പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ഇതെവിടെ മാളുവും ഭാരതിയും നല്ല ഫോട്ടോ എടുക്കലൊക്കെയാണ്. അപ്പോൾ ഒരു നല്ല അടിപൊളി രസമൊക്കെ ഉണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. എൻ്റെ അനുജത്തിൻ്റെ ഒരു ടിക്ടോക്കൊക്കെ കാണാം കേട്ടോ. ഇതാ ഇവിടെ അവർ രണ്ടുപേരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവർ ഭയങ്കര കൂട്ടാണ്. ഇത് ടിക്കി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ടിക്കിൻ്റെ പേര്, ടിക്കി എന്ന് പറഞ്ഞാൽ ചെറുത്, ടിക്കിൻ്റെ പേര് വർണ്ണലത എന്നാണ്. ആള് ഭയങ്കര കോമഡിയാണ്. ടിക്കിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ചിരിച്ചിരിച്ച്. കല്യാണ മണ്ഡപമാണ്. നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കല്യാണ മണ്ഡപത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രദീപ്, എൻ്റെ മോളും. ഇത് പ്രദീപിൻ്റെ മോനാണ്. ഹായ് പറ. ഹായ് ഹായ്. ആ ഇതെൻ്റെ മാളു, ഇത് പ്രദീപ്. നമ്മളെല്ലാവരും വന്നിരിക്കുകയാണ് അമ്പലത്തിൽ. ഇത് കല്യാണ മണ്ഡപമൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിയൊക്കെ നടന്ന്. ഫോട്ടോ എടുക്കാൻ പറയുകയാണ്. അപ്പം ഞാൻ മണ്ഡപത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരവിടെ താഴെ വർത്താനൊക്കെ പറയുന്നുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കലാണ് പണി. 7th പഠിക്കുകയാണ്. മാളുവിന് സ്കൂളൊക്കെ തുറന്നു. ഹോസ്റ്റലിൽ പോകണം. ഹോസ്റ്റലിൽ പോകും. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കാർത്തിക പൂർണിമ ഫെസ്റ്റിവലൊക്കെ തീർന്നു. രാവിലെ വെളുപ്പിന് നമ്മൾ 4 മണിക്ക് എണീറ്റ് ദീപം തെളിയിക്കാൻ വേണ്ടി വന്നതാണ്. ദീപമൊക്കെ തെളിയിച്ചു. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. മോനെ കൊണ്ടുവന്നിട്ടില്ല. മോനെ ഇവിടെ ഉറന്നു വരുള്ളൂ. നമ്മൾ പോവുകയാണ് വീട്ടിലേക്ക്. വീഡിയോ ഓഫ് ചെയ്ത് പോവല്ലേ. കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. എൻ്റെ അനിയത്തിൻ്റെ ടിക്ടോക്ക് ഇതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാൾ പോസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ടിക്ടോക്ക് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇൻസ്റ്റാൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുജത്തി ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീഡിയോൻ്റെ എൻഡ് വരെ വീഡിയോ കാണണേ നിങ്ങൾ. നമ്മളെല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. മരമുണ്ട്. അപ്പം അതിലിങ്ങനെ ആൽമരമാണ്. അതിൽ ഇങ്ങനെ തൂങ്ങി കളിക്കാൻ പറ്റും. അപ്പോൾ അത് അങ്ങോട്ട് കളിക്കാൻ വേണ്ടി മാളുവും ഭാരതിയും കൂടി ഓടി പോവുകയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ അതാ കണ്ടില്ലേ, മാളുവിന് കഴിയുന്നില്ല അതിൽ തൂങ്ങി കളിക്കാൻ, വെയിറ്റുള്ള കാരണം. പക്ഷെ ഭാരതി നന്നായിട്ട് അറിയുന്നുണ്ട്. സൊന്നി ഇതിൻ്റെ ഇടയിൽ ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ വീഴാനൊക്കെ പോയി. അപ്പോൾ ഞാനത് കട്ട് ചെയ്തതാണ് വീഡിയോ. ഇതവർ രണ്ടുപേരും കളിക്കുന്നുണ്ടോ. മാളൂനാവുന്നില്ല, പക്ഷെ ഭാരതി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ദേവിയുടെ അമ്പലത്തിൻ്റെ വീഡിയോയിൽ ഭാരതിയും ആരതിയും കൂടി ഇതുപോലെ ഡോളി കളിച്ചിട്ടുണ്ട്. ഊഞ്ഞാലാട്ടത്തിന് ഡോളി എന്നാണ് പറയുക.
അപ്പോൾ അതാ മോൻ അവിടെ കൈ അടിച്ചുകൊണ്ട് പോവുകയാണ്, അവനും കളിക്കണമെന്നുണ്ട്. എന്നിട്ട് അവനെയും പിടിച്ച് പൊന്തിച്ചൊക്കെ ഊഞ്ഞാലാടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പ്രതി അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രതി ഓരോരുത്തർ കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ നടന്നു പൊയ്ക്കോളാന്ന് പ്രതിനെ അങ്ങ് പറഞ്ഞു വിട്ടു. ഇതാ മോനും ഇവിടെ കളിക്കുന്നത്. അപ്പം നമ്മളും പുറകെ പോവുകയാണ്. നേരം വെളുത്തു 6:30 ആയി. മോൻ ഓടി വന്നിട്ടേ വീഴാനൊക്കെ പോയി, ഞങ്ങളെല്ലാം പേടിച്ചു പോയി. അപ്പോൾ അതാ നമ്മൾ ഈ ഷോർട്ട് റൂട്ട് കൂടെ തന്നെ കയറി പോവുകയാണ് റോഡിലേക്ക്. ഇതിൽ പോയാലും മെയിൻ റോഡിലേക്ക് എത്തും. വണ്ടിയൊക്കെ പോകുന്ന അപ്പുറത്തോടെ റോഡാണ്. നമ്മൾ റോഡിലെത്തി. ഒക്കെ കൃഷിയാണ്, ഇതാ കണ്ടോ. എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ പോവാണ് വീട്ടിലേക്ക്. ഇതാ പാലൊക്കെ. സാരി ഇതുപോലെ തലയിലിടണം കേട്ടോ. വിവാഹം കഴിച്ച് വരുന്ന പെൺകുട്ടികൾ ഇതുപോലെ ഇടണം. മുതിർന്നവരുടെ മുമ്പിൽ ഇട്ടാൽ മതി. അനിയത്തിക്ക് ഞാൻ ഏടത്തിയമ്മയാണ്, അപ്പോൾ അതൊരു ബഹുമാനം. അപ്പോൾ സുന്നി ഇടാത്തത് എന്താന്ന് പറഞ്ഞാൽ, സുന്നി ഇവിടുത്തെ മരുമകളല്ല, ഇവിടുത്തെ മകളാണ്, ഈ ഗ്രാമത്തിൻ്റെ മകളാണ്. അതുകൊണ്ട് സുന്നിക്ക് തലയിൽ സാരി ഒന്നും ഇടണ്ട. നാളിവിടെ ഹിന്ദിയിൽ പറയുകയാണ്, ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് വീഡിയോ എന്നൊക്കെ കേട്ടോ. तो सब्सक्राइब, लाइक और कमेंट भी कर दीजिएगा। और आज की वीडियो यहीं खत्म है। अगली वीडियो पर हमारे यहाँ पर अष्टप्रहरी चल रही है और हम अभी वहाँ जा रहे हैं और मिलते हैं अगली वीडियो पर अष्टप्रहरी के कुछ वीडियो में. നമ്മളിതവിടെ നടന്ന് പോവുകയാണ് അമ്പലത്തിൽ നിന്ന്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അതാ മോനിവിടെ കുരുത്തക്കേട് കളിക്കുന്നുണ്ട്, അവന് ഒറ്റയ്ക്ക് റോട്ടിൽ കൂടെ പോകണമെന്ന്. അതാണ്ട ഓടുന്നത്. അപ്പോൾ നമ്മൾ പോവുകയാണ്. सो गाइस, आज की वीडियो यहीं स्टॉप हो रही है और मिलते हैं अगली वीडियो पर. बाय 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 बाय. See you tomorrow. Thank you.